Hey everyone, welcome to my YouTube channel. ഇപ്പോൾ ഇവിടെ ഈവനിങ് ആയി. സോ ഞാൻ ഡെലീസിയോയിൽ പോയി ഒരു ചായ കുടിച്ചിട്ട് വന്നു. റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് ഇറങ്ങിയത്. സോ ഞാൻ വിചാരിച്ചു ഇന്ന് നിങ്ങളെ എൻ്റെ കൂടെ ഈവനിങ് വാക്കിന് കൊണ്ടുപോകാമെന്ന്. നമ്മളിപ്പോൾ പോകുന്നത് സബീൽ പാർക്കിലേക്കാണ്. ഈ സബീൽ പാർക്കിലാണ് ദുബായ് ഫ്രെയിം ഉള്ളത്. ഈ ഫ്രെയിമിന് ചുറ്റും ഒരു റൗണ്ടായിട്ട് അവരൊരു വാക്ക് വേ പണിതിട്ടുണ്ട്. അവിടെയാണ് നമ്മളിന്ന് നടക്കാൻ പോകുന്നത്. വഴിയൊന്നും വലിയ പിടുത്തമില്ലെങ്കിൽ നമ്മൾ ആ കാണുന്ന ഫ്രെയിം നോക്കി അങ്ങ് സ്ട്രെയിറ്റ് അങ്ങ് നടക്കുക. ഇവിടുന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റ് മതി നമ്മളങ്ങ് നടക്കുവാണെങ്കിൽ ദുബായ് ഫ്രെയിമിലെത്താനായിട്ട്. ഈ ബസ് സ്റ്റേഷനിലൊന്നും ബസ് വരാറേ ഇല്ലെന്ന് തോന്നുന്നു. ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ കുറച്ച് പേടി തോന്നും, പ്രത്യേകിച്ച് ഗേൾസിന്. എനിക്ക് തോന്നിയൊരു കാര്യമാണത്. ഇവിടെ നൈറ്റ് ടൈമിലും ഷോപ്സ് ഓപ്പൺ ആയിരിക്കും, ലൈറ്റ്സ് ഉണ്ടാവും. കൂടുതലും ആൾക്കാർ ഇവിടെ നൈറ്റ് ടൈമിലാണ് പുറത്തിറങ്ങുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഫ്രെയിമിന് ഓപ്പോസിറ്റ് സൈഡാണ്. ഇനി റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം ദുബായ് ഫ്രെയിമിനടുത്തേക്ക് എത്താൻ. ഇപ്പോൾ നമ്മൾ ആ ബ്രിഡ്ജിനടുത്തേക്ക് എത്താനായിട്ട് വെച്ച് പിടിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഭയങ്കര ചൂടാണ്. പക്ഷേ എനിക്ക് ചൂടൊക്കെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പക്ഷേ എനിക്ക് തണുപ്പാണ് ഒട്ടും പറ്റാത്തത്. ഇതൊക്കെ നിസ്സാരമെന്ന മൈൻഡ് സെറ്റോടു കൂടെ ഒരപ്പനും അമ്മൂമ്മയും എൻ്റെ ഫ്രണ്ടിലൂടെ നടന്നു പോകുന്നു. അവർ ഈ കാഴ്ചകളൊക്കെ കണ്ട് പയ്യെ നടക്കുവാണ്. ഞാൻ അവരെയും വെട്ടിച്ചുകൊണ്ട് മുന്നേറുകയാണ്. വൺ ഓഫ് ദി മോസ്റ്റ് ഐക്കോണിക് ബിൽഡിംഗ് ഇൻ ദുബായ്. നമ്മളിപ്പോൾ അവിടേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഇത് ട്രാവലേഴ്സിൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അതേപോലെ തന്നെ ഇവിടുത്തെ റെസിഡൻസിനും ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ളൊരു ഏരിയ ആയിട്ട് അവരത് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ അല്ലേ ബുദ്ധി! ഇവിടുത്തെ രാജാവിൻ്റെ ഐഡിയ കിടിലം തന്നെ. ദുബായിലേക്ക് വരണമെന്ന് എനിക്ക് പണ്ടേ മുതലുള്ളൊരു ആഗ്രഹമായിരുന്നു. ബാക്കി എമിറേറ്റ്സ് വെച്ച് ദുബായ് ആയിരുന്നു എൻ്റെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ. സോ ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ എം ഹിയർ ആൻഡ് വെരി താങ്ക്ഫുൾ ടു ഗോഡ്. ഇവിടേക്ക് വരണമെന്ന് എൻ്റെ ആഗ്രഹത്തിന് എനിക്കൊരു റീസണുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് എൻ്റെ അടുത്ത വ്ളോഗിൽ പറയുന്നതാണ്. ദാറ്റ് സീക്രട്ട്. ഇത്രയും തിരക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇവരങ്ങോട്ട് ഓടിക്കോട്ടെ, നമുക്ക് പതിയെ സംസാരിച്ചൊക്കെ നടക്കാം ഇന്ന്. ഹായ് പൂച്ച സാർ, ഇന്നത്തെ എൻ്റെ വ്ളോഗിൽ നീയും കയറിക്കോ. ഇവിടെ എവിടെ നോക്കിയാലും കുറേ പൂച്ചകളെ കാണാം. സംസാരിച്ച് നമ്മൾ എന്തിനാ വന്നതെന്ന് വരെ വിട്ടുപോയി. അപ്പോൾ നമ്മൾ എന്തിനാ വന്നത്? വർക്കൗട്ട് ചെയ്യാനാണ്. സോ നമുക്കിനി വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് ചുറ്റും ഒരു റൗണ്ട് ഒന്ന് നടന്നിട്ട് വരാം. ഒരു ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി മാറ്റി വെക്കണ്ടേ? അതല്ലേ അതിൻ്റെ ഒരു ശരി. ഞാൻ നടന്നിട്ടും അങ്ങോട്ട് എത്തണില്ല. അപ്പോൾ ഈ റൗണ്ട് 5-6 തവണ ഓടുന്നവരെ സമ്മതിക്കണം കേട്ടോ. ഈ വാക്ക് വേ വിചാരിക്കുന്ന പോലെ ചെറിയ വാക്ക് വേ അല്ല കേട്ടോ. ഇതിന് ചുറ്റും ഒരു വലിയ റൗണ്ട് തന്നെ ഉണ്ട്. വാക്ക് വേക്ക് ചുറ്റും ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് വന്നു. ഇനി നെക്സ്റ്റ് ഒരു റൗണ്ട് കൂടി വാക്ക് വേക്ക് ചുറ്റും പോയിട്ട് വരാം. ഈ ഒരു സബീൽ പാർക്കിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ 5 ദിർഹംസ് കൊടുക്കണം. ഫ്രെയിമിനകത്തെ എമൗണ്ട് കൂടുതലാണ്. അങ്ങനെ സെക്കൻഡ് റൗണ്ട് ഞാൻ പകുതിക്ക് വെച്ച് നിർത്തി. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ബാക്കി. ഈ പിള്ളേരെ കാണുമ്പോൾ നമ്മൾ എന്തിനാ ഇത്ര വളർന്ന് വലുതായത്? അവരെ പോലെ തന്നെ ഇരുന്നാൽ മതിയെന്ന് തോന്നിപ്പോവുക. നിങ്ങൾക്കും ആ ഫീല് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ പേരൻസിൻ്റെ കൂടെ എപ്പോഴും ഇരിക്കാൻ പറ്റൂലേ? എന്ത് രസമല്ലേ? അങ്ങനെ കുഞ്ഞു കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഞാൻ അവിടെ കുറച്ച് നേരം അങ്ങ് ഇരുന്ന് പോയി. നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ വേണം കണ്ടുപിടിക്കാൻ. ആകെയുള്ളൊരു ലൈഫാണ്. നെക്സ്റ്റ് ജന്മത്തിൽ നമ്മൾ ആരാവുന്ന നമുക്ക് ആർക്കും അറിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ ചെറിയ വായിലെ വലിയ സംസാരങ്ങളൊക്കെ നിർത്തി. ഇനി നമുക്ക് വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്യാം. Stone, talk to throw a bone. For a while, sleeping like a babe. The curiosity, get the Cadillac.
lot, you see. So leave me stranded on the carpet, head under the faucet. You're my alibi. It's fair enough you wanna cock it, hoping I'll forget. ആ പുല്ലിൽ കുറേ നേരം കിടന്നിട്ടാണോന്നറിയില്ല, കൈയൊക്കെ ചൊറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുവാണ്. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. ഇഫ് യു ലൈക്ക് മൈ വീഡിയോ, ഡെയിലി ഒരു 30 മിനിറ്റ്സ് നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം. എൻ്റെ ചാനലിലെ ആദ്യത്തെ വ്ളോഗാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഡ്രോപ്പ് യുവർ കമൻറ്റ്സ്. അങ്ങനെ വർക്കൗട്ട് കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തി കുളിച്ചിട്ട് ഈ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കൂട്ടി ഒരു സാലഡ് ഉണ്ടാക്കി കഴിക്കുന്നൊരു സുഖം അടിപൊളി.